ആരാധിക്കാൻ തക്കവണ്ണം സാധുസംരക്ഷണം ഏറ്റെടുത്തിരുന്ന, അനീതിക്കെതിരെ പോരാടിയിരുന്ന, സ്ഥിതി സമത്വത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ആ വ്യക്തിയെക്കുറിച്ചുള്ള കഥയാണ് ഇന്നത്തെ ഐതിഹ്യ കഥയിൽ പറയുന്നത്. കായംകുളം കൊച്ചുണ്ണി. കേരളത്തിൻ്റെ റോബിൻഹുഡ് എന്നറിയപ്പെടുന്ന കായംകുളം കൊച്ചുണ്ണിയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരായി അധികം പേര് ഉണ്ടാവുമെന്ന് തോന്നില്ല. എന്നാൽ കൊച്ചുണ്ണി ഒരു വലിയ കള്ളനും അക്രമിയുമാണെന്നാണ് മിക്കവരുടെയും ചിന്ത. വാസ്തവത്തിൽ അയാൾ ഒരു സത്യസന്ധനും മര്യാദക്കാരനും കൂടിയായിരുന്നു. പരസ്പര വിരുദ്ധങ്ങളായ ഈ ഗുണങ്ങൾ എല്ലാം കൂടി ഒരാളിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചിലർ വിചാരിച്ചേക്കാം. അത് എപ്രകാരമാണെന്ന് അദ്ദേഹത്തിൻ്റെ കഥകൾ ബോധ്യപ്പെടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. കായംകുളം കൊച്ചുണ്ണി ജനിച്ചത് 1818 ഓഗസ്റ്റ് മാസം 1-ാം തീയതിയാണ്. തിരുവിതാംകൂറിൽ കാർത്തികപ്പള്ളി താലൂക്കിൽ ചേർന്ന കീരിക്കാട്ട് എന്ന സ്ഥലത്ത് കൊച്ചുകുളങ്ങരയ്ക്ക് സമീപമുണ്ടായിരുന്ന ഗൃഹത്തിലാണ് കൊച്ചുണ്ണി ജനിച്ചത്. കൊച്ചുണ്ണിയുടെ പിതാവും ഒരു വലിയ അക്രമിയും കള്ളനുമായിരുന്നു. അയാളുടെ പ്രധാന ഉപജീവന മാർഗം മോഷണം തന്നെയായിരുന്നു. അന്നന്ന് മോഷ്ടിച്ച് കിട്ടുന്നത് കൊണ്ട് ജീവിതവൃത്തി കഴിച്ചുവെന്നല്ലാതെ അയാൾക്ക് സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു രാത്രിയിൽ ഒന്ന് മോഷ്ടിക്കാൻ തരപ്പെട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം കുടുംബം പട്ടിണി തന്നെ. അയാളുടെ സ്ഥിതി അത്രമാത്രം മോശമായിരുന്നു. അതിനാൽ തൻ്റെ പുത്രനായ കൊച്ചുണ്ണിയെ വേണ്ട വിദ്യാഭ്യാസം ചെയ്യിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. കൊച്ചുണ്ണിക്ക് ഏകദേശം 10 വയസ്സുവരെ വളരെ കഷ്ടപ്പെട്ട് ആ ഗൃഹത്തിൽ ഒരുവിധം താമസിച്ചിരുന്നു. ഒടുവിൽ ഇവിടെ നിന്ന് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ അവൻ്റെ അമ്മ നിർബന്ധിച്ചതിൻ്റെ ഫലമായിട്ട്, അതുമാത്രമല്ല അവന് വിശപ്പ് സഹിക്കാനും പാടില്ലായിരുന്നു. അങ്ങനെ അവൻ വീട് വിട്ട് ആ അടുത്ത പ്രദേശമായ ഏവൂർ എന്ന സ്ഥലത്ത് ചെന്നു ചേർന്നു. അവിടെ അവൻ ക്ഷേത്രത്തിന് സമീപമുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണൻ്റെ മഠത്തിൽ ചെന്ന് ആ ബ്രാഹ്മണൻ്റെ അടുക്കൽ താനൊരു മുഹമ്മദീയനാണെന്നും ദാരിദ്ര്യനിമിത്തം ഇറങ്ങിപ്പോയതാണെന്നും മറ്റും പറഞ്ഞു. വിശപ്പും അസഹനീയമായിരുന്നു. എന്തെങ്കിലും ഭക്ഷിക്കാൻ തരണമെന്നും അവൻ അപേക്ഷിച്ചു. ദയാലുവായ ആ ബ്രാഹ്മണൻ കൊച്ചുണ്ണിയുടെ ദീനവചനങ്ങളെ കേട്ടും പാരവശ്യം കൊണ്ടും മനസ്സലിയുകയാൽ അവന് കുറെ കഞ്ഞി കുടിക്കാൻ കൊടുത്തു. വയറ് നിറയുന്നത് വരെ അവൻ കുടിച്ചു. അവന് ആ കഞ്ഞി അപ്പോൾ പഞ്ചാമൃതത്തേക്കാൾ മാധുര്യമുള്ളതാണെന്ന് പറയേണ്ടതില്ലല്ലോ. കഞ്ഞികുടി കഴിഞ്ഞതിൻ്റെ ശേഷം ആ ബ്രാഹ്മണൻ കൊച്ചുണ്ണിയോട്, ആഹാരത്തിനുള്ള വക കിട്ടിയാൽ നിനക്ക് ഇവിടെ എങ്ങാനും താമസിച്ചുകൂടെ എന്ന് ചോദിച്ചു. കൊച്ചുണ്ണി സന്തോഷത്തോടു കൂടി അങ്ങനെയാകാമെന്ന് സമ്മതിച്ചു. ഉടനെ ആ ബ്രാഹ്മണൻ അവിടെ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ വലിയ പീടിക എന്ന് പ്രസിദ്ധമായിരുന്ന ആ ഒരു കടയുണ്ടായിരുന്നു. അവിടെ അവനെ കൊണ്ടുചെന്നിട്ട് പറഞ്ഞു, ഇവൻ പാവപ്പെട്ട ഒരു മുസ്ലിം ചെറുക്കനാണ്, ഇവന് ആഹാരത്തിന് വല്ലതും കൊടുത്താൽ ഇവിടെ താമസിച്ചുകൊള്ളും എന്ന് പറഞ്ഞു. അങ്ങനെ ആ പീടികക്കാരൻ അവനെ സ്വീകരിച്ചു. സന്തോഷത്തോടെ അവിടെ താമസിപ്പിക്കുകയും ചെയ്തു. കൊച്ചുണ്ണിക്ക് ആദ്യം അവിടെ കൊച്ചു ജോലികളായിരുന്നു കൊടുത്തിരുന്നത്. പ്രധാനമായും സാധനം കടയിൽ വരുന്നവർക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കുക. അവനത് വളരെ ജാഗ്രതയോടും ശരിയായും ചെയ്തപ്പോൾ അതിൻ്റെ മുതലാളിക്ക് സന്തോഷം തോന്നുകയും കൊച്ചുണ്ണിക്ക് ഭക്ഷണം, വസ്ത്രം മുതലായവയ്ക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാതെ ശരിയായി കൊടുത്തു വരികയും ചെയ്തു. 1-2 കൊല്ലം അങ്ങനെ കഴിഞ്ഞതിൻ്റെ ശേഷം അരിച്ചിപ്പം കെട്ടുക മുതലായ ചില ജോലികൾ കൂടി കൊച്ചുണ്ണിയെ ചുമതലപ്പെടുത്തി. കാലക്രമേണ സാധനങ്ങൾ അളന്നും തൂക്കിയും കൊടുക്കുക, വാങ്ങുക മുതലായി പീടികയിലുള്ള സകല ജോലികൾക്കും ചുമതലക്കാരൻ കൊച്ചുണ്ണിയായി തീർന്നു. കൊച്ചുണ്ണിയുടെ സകല പ്രവൃത്തികൾക്കും പ്രത്യേകം ഒരു വാസനയും സ്വച്ഛതയും അതിയായ ജാഗ്രതയും ഉള്ളതായി മുതലാളിക്ക് തോന്നിയതിനാൽ അവനിൽ കൂടുതൽ സന്തോഷവും വിശ്വാസവും അളവില്ലാതെ വർദ്ധിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ മുതലാളി കച്ചവട സാധനങ്ങൾ വാങ്ങുന്നതിനാൽ ആലപ്പുഴയ്ക്ക് പോയി. കൊച്ചുണ്ണിയെയും കൊണ്ടുപോയിരുന്നു. അവിടെ ചെന്ന് സാധനങ്ങളെല്ലാം കടത്തുവഞ്ചിയിലാക്കി പുറപ്പെട്ടു. മാർഗമധ്യേ അതികലശലായ കൂളും
കാറ്റും ഒക്കെ വീശി. വലിയ ഓളം മല പോലെ ഉയർന്ന് വഞ്ചി ഇളകി മറിയും എന്ന അവസ്ഥയിലെത്തി. അപ്പോൾ ആ വഞ്ചിക്കാരൻ, അയ്യോ, ഞാൻ വിചാരിച്ചാൽ നിവർത്തിയില്ല, കഴുക്കോൽ കുത്തിയിട്ട് വഞ്ചി നേരെ നിൽക്കുന്നില്ല, ഇതാ ഓളപ്പാത്തിയിലായിരിക്കുന്നു, ദൈവം തന്നെ രക്ഷിക്കട്ടെ എന്നും മറ്റും പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. സാധനങ്ങൾ പോകുന്നത് പോട്ടെ, നമ്മുടെ ജീവനും പോകുമല്ലോ എന്ന് പറഞ്ഞ് മുതലാളിയും നിലവിളിച്ചു തുടങ്ങി. അപ്പോൾ കൊച്ചുണ്ണി, നിങ്ങൾ വ്യസനിക്കാതെയും ബഹളം കൂട്ടാതെയും ഇരിക്കാമെങ്കിൽ വഞ്ചി ഞാൻ കരക്കടിപ്പിക്കാം, നിങ്ങൾ വെറുതെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് പടച്ചവൻ കൂട്ടുണ്ട് എന്നും പറഞ്ഞു. ധൈര്യസമേതം വഞ്ചിയുടെ അമരത്ത് ചെന്ന് കഴുക്കോലെടുത്ത് ഊന്നി തുടങ്ങി. യാതൊരാപത്തും അപകടവും കൂടാതെ അവൻ വഞ്ചി കടവിലടിപ്പിക്കുകയും ചെയ്തു. കൊച്ചുണ്ണി ഇതിനു മുൻപ് കഴുക്കോൽ കുത്തി പരിചയമുണ്ടായിരുന്നില്ല. അവന് സകല വേലകൾക്കും പ്രകൃത്യാ തന്നെ ഒരു വശമുണ്ടായിരുന്നു. ഈ സംഗതി നടന്നതിന് ശേഷം സാധനങ്ങൾ കൊണ്ടുവരുന്നതിന് ആലപ്പുഴയ്ക്കും കൊച്ചിക്കും പോകുമ്പോൾ മുതലാളിയുടെ വഞ്ചിക്കാരനായിരുന്നു പിന്നെ കൊച്ചുണ്ണി. ഇങ്ങനെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ കൊച്ചുണ്ണിക്ക് നിത്യവൃത്തിക്ക് മാത്രം കൊടുത്താൽ പോരെന്ന് തോന്നുകയാൽ മുതലാളി ചെലവ് കഴിച്ച് പ്രതിമാസം ഒരു ചെറിയ സംഖ്യ അവന് ശമ്പളമായിട്ട് കൊടുത്തു തുടങ്ങി. ശമ്പളം വാങ്ങിയാൽ അവൻ നേരെ അത് വീട്ടിൽ കൊണ്ടുപോയി അവൻ്റെ മാതാപിതാക്കൾക്ക് കൊടുക്കുകയും പതിവായിരുന്നു. എന്നാൽ അവൻ അതിൽ നിന്ന് യാതൊരു തുകയും സമ്പാദ്യമായി മാറ്റിവെച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു കാലത്ത് ഒരു തങ്ങൾ കായംകുളത്ത് വന്ന് താമസിച്ച് ചില മുസ്ലിം ചെറുപ്പക്കാരെ ആയുധ അഭ്യാസവും കായിക അഭ്യാസവും മറ്റും പരിശീലിപ്പിക്കുന്നതായി കൊച്ചുണ്ണി കേട്ടു. എന്നാൽ തനിക്കും ചിലതൊക്കെ പഠിക്കണമെന്ന് നിശ്ചയിച്ച് കൊച്ചുണ്ണി ഒരു ദിവസം വൈകുന്നേരം പീടികയിലെ ജോലിയെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം കായംകുളത്ത് ചെന്ന് തങ്ങളെ കണ്ടു. തന്നെ കൂടി വല്ലതൊക്കെ പഠിപ്പിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞു. അത് കേട്ട് തങ്ങൾ, നിന്നെ ഒന്നും പഠിപ്പിക്കാൻ പാടില്ല, ഒന്നും പഠിപ്പിക്കാഞ്ഞിട്ട് തന്നെ നിന്റെ പിതാവ് വലിയ അക്രമിയായിരിക്കുന്നു. കാലസ്ഥിതി കൊണ്ട് നീ അവനേക്കാൾ അക്രമിയായി തീരാൻ എളുപ്പമാണ്. നിന്നെ അഭ്യാസങ്ങൾ കൂടി പഠിപ്പിച്ചാൽ നീ ലോകം മുടിക്കും. അതിന് കാരണക്കാരനാവാൻ എനിക്ക് മനസ്സില്ല. എൻ്റെ ശിഷ്യന്മാർ പരോപദ്രവകളായി തീരുന്നത് എനിക്ക് സങ്കടമാണ്. അതിനായിട്ടല്ല ഞാൻ എൻ്റെ ശിഷ്യരെ അഭ്യസിപ്പിക്കുന്നത്. ശത്രുക്കളിൽ നിന്നുണ്ടാകുന്ന ആപത്തുകൾ തങ്ങൾക്ക് പറ്റാതെ തടുത്തുകൊള്ളാനായിട്ട് മാത്രമാണ് പഠിപ്പിക്കുന്നത്. അതിനാൽ നിന്നെ ഞാൻ അഭ്യസിപ്പിക്കുകയില്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ഏറ്റവും വിഷമത്തോടുകൂടി കൊച്ചുണ്ണി മടങ്ങിയെങ്കിലും അവൻ ഇച്ഛാഭംഗത്തോടുകൂടി ആ ഉദ്യമം വേണ്ടെന്ന് വെച്ചില്ല. രാത്രികാലങ്ങളിൽ ആയിരുന്നു തങ്ങൾ തൻ്റെ ശിഷ്യന്മാരെ അഭ്യസിച്ചിരുന്നത്. അത് കൊച്ചുണ്ണിക്ക് നല്ല തരമായിരുന്നു. അവൻ കടയിലെ ജോലിയെല്ലാം കഴിഞ്ഞ് അത്താഴം കഴിച്ച് പതിവായി ആരും അറിയാതെ കായംകുളത്ത് ചെന്ന് തങ്ങളുടെ കളരിക്ക് സമീപമുള്ള ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് അഭ്യാസങ്ങളെല്ലാം ഒളിഞ്ഞിരുന്ന് കണ്ടുപഠിക്കുകയും നേരം വെളുക്കുന്നതിന് മുമ്പ് പീടികയിലെത്തുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിബുദ്ധിശാലിയായ അവൻ അങ്ങനെ മിക്ക വിദ്യകളും ആരും പഠിപ്പിക്കാതെ തന്നെ കണ്ടുവശമാക്കി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കൊച്ചുണ്ണി ഒളിഞ്ഞിരുന്ന് അഭ്യാസങ്ങൾ പഠിക്കുന്നത് ഒരാൾ കണ്ടെത്തുകയും ആ വിവരം തങ്ങളെ ധരിപ്പിക്കുകയും ചെയ്തു. ഉടനെ തങ്ങൾ ശിഷ്യന്മാരിൽ ചിലരെ വിട്ട് കൊച്ചുണ്ണിയെ വിളിപ്പിച്ചു കളരിയിൽ വരുത്തി. തങ്ങളുടെ ശിഷ്യന്മാർ എന്ന് വിളിച്ചിട്ട് ഒട്ടും മടിക്കാതെ കൊച്ചുണ്ണി കളരിയിൽ ചെന്നു. തങ്ങൾ അവനോട്, നീ എന്തെല്ലാം പഠിച്ചു എന്ന് ചോദിച്ചു. ഇവിടെ പഠിപ്പിച്ചതെല്ലാം ഞാനും പഠിച്ചു എന്ന് കൊച്ചുണ്ണി മറുപടി പറഞ്ഞു. അത് കേട്ട് അവനെ ഒന്ന് പരീക്ഷിച്ചു നോക്കാൻ തങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ തങ്ങൾക്ക് തൻ്റെ ശിഷ്യരേക്കാൾ അഭ്യാസത്തിൽ മിടുക്കനായി യോഗ്യനാണ് എന്ന് കൊച്ചുണ്ണി എന്ന് തങ്ങൾക്ക് മനസ്സിലായി. വളരെ സന്തോഷമാണ് തോന്നിയത് അദ്ദേഹത്തിന്. ഇത്രയും ബുദ്ധിമാനായിരിക്കുന്ന ഇവനെ ശരിയായി അഭ്യസിപ്പിക്കണമെന്ന് തന്നെ അദ്ദേഹം നിശ്ചയിച്ചു. പതിവായി കളരിയിൽ വന്ന് അഭ്യസിച്ചു കൊള്ളുവാനും കൊച്ചുണ്ണിക്ക് അനുവാദം കൊടുത്തു. പിറ്റേ ദിവസം മുതൽ പതിവായി കൊച്ചുണ്ണി രാത്രി തോറും കളരിയിൽ ഹാജരായി അഭ്യസിച്ചു തുടങ്ങുകയും ചെയ്തു. അവൻ തങ്ങളുടെ അടുക്കൽ നിന്ന് അക്കാലത്ത് നടപ്പുണ്ടായിരുന്ന വെട്ട്, തട മുതലായ ആയുധാഭ്യാസങ്ങളും ഓട്ടം, ചാട്ടം, മറിച്ചിൽ, തിരിച്ചിൽ മുതലായ കായിക അഭ്യാസങ്ങളുമെല്ലാം പഠിച്ചു.
ആകപ്പാടെ കുറച്ചു ദിവസത്തെ അഭ്യാസം കൊണ്ട് കൊച്ചുണ്ണി ഒന്നാം തരം ഒരു അഭ്യാസിയായി തീർന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കൊച്ചുണ്ണിയുടെ ഇത്ര ബുദ്ധിസാമർഥ്യവും കഴിവും കണ്ട് തങ്ങൾക്ക് വളരെ സന്തോഷം തോന്നി. തങ്ങൾക്ക് ഈ വക അഭ്യാസങ്ങൾ മാത്രമല്ല ശീലമുണ്ടായിരുന്നത്. അയാൾക്ക് കൺകെട്ട്, ആൾമാറാട്ടം മുതലായ ജാലവിദ്യകളും അറിയാമായിരുന്നു. പക്ഷേ അതൊന്നും അധികം പ്രയോഗിക്കുകയും ശിഷ്യരെ പഠിപ്പിക്കുകയും പതിവില്ലായിരുന്നു. കൊച്ചുണ്ണിയുടെ പേരിൽ അത്യധികം സന്തോഷവും വാത്സല്യവും തോന്നുകയാൽ തങ്ങൾ ആ വിദ്യകളെല്ലാം കൊച്ചുണ്ണിക്ക് രഹസ്യമായി പറഞ്ഞുകൊടുത്തു. ഇതെല്ലാം ഗ്രഹിച്ചതിൻ്റെ ശേഷം കൊച്ചുണ്ണി യഥാശക്തി ഗുരുദക്ഷിണയും കൊടുത്ത് പീടികയിലെ കണക്കെഴുത്തുകാരുടെയും മറ്റും സഹായവും സഹവാസവും മുതലാളിയുടെ ആനുകൂല്യങ്ങളും നിമിത്തം പിന്നെ കൊച്ചുണ്ണിക്ക് ഒരുവിധം തമിഴും മലയാളവും എഴുതാനും വായിക്കാനും ഒക്കെ ശീലമാക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈകുന്നേരം സന്ധ്യയ്ക്ക് മുൻപായി ഏവൂർ ക്ഷേത്രത്തിലെ ശാന്തിക്കാരൻ 3 തുലാം ശർക്കരയ്ക്ക് അത്യാവശ്യമായി വന്നതിനാൽ പണവും പാത്രവും കൊടുത്ത് ഒരാളെ കടയിൽ അയച്ചു. പീടികയിലുണ്ടായിരുന്ന ശർക്കര മുഴുവനും തീർന്നിരുന്നു. എങ്കിലും മുതലാളിയുടെ വീട്ടിൽ ശർക്കര ധാരാളം ഉണ്ടായിരുന്നു. വീട് പീടികയുടെ സമീപത്ത് തന്നെ ആയിരുന്നു. അതിനാൽ വീട്ടിൽ ചെന്ന് കുറച്ച് ശർക്കര എടുത്തുകൊണ്ട് വരാൻ മുതലാളി കൊച്ചുണ്ണിയെ വീട്ടിലേക്ക് അയച്ചു. കൊച്ചുണ്ണി വീട്ടിൽ ചെന്ന സമയം അവിടെയുള്ളവരെല്ലാം പടിപ്പുര അടച്ച് സാക്ഷിയിട്ട് കുളിക്കാൻ പോയിരിക്കുകയായിരുന്നു. വീടിന് ചുറ്റും വലിയ മതിലുണ്ടായിരുന്നു. കൊച്ചുണ്ണി 2-3 വിളിച്ചിട്ടും ആരും ഒന്നും മിണ്ടായികയാൽ അവൻ പാത്രവും കൊണ്ട് പുറമറിഞ്ഞ് മതിൽ കെട്ടിനകത്ത് കടക്കുകയും വീടിൻ്റെ ഇറയത്ത് തറയിൽ ചാറയിൽ നിറച്ചിട്ടിരുന്ന ആവശ്യപ്പെട്ട ശർക്കര പാത്രത്തിലാക്കി തലയിൽ വെച്ചുകൊണ്ട് മുമ്പ് പറഞ്ഞ മാതിരി മറിഞ്ഞ് മതിൽക്കെട്ടിന് പുറത്തിറങ്ങുകയും പീടികയിൽ ചെന്ന് ശർക്കര തൂക്കി കൊടുക്കുകയും ചെയ്ത് ബാക്കിയുള്ളത് കടയിലെ ചാറയിലാക്കി അടച്ചു വയ്ക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ആരോ പറഞ്ഞ് കൊച്ചുണ്ണി കാണിച്ച ഈ വിദ്യയും അവൻ കായംകുളത്ത് പോയി ഈ അഭ്യാസങ്ങൾ പഠിച്ചെന്നുള്ള വിവരവും മുതലാളി അറിഞ്ഞു. അതുവരെ കൊച്ചുണ്ണി രാത്രികാലങ്ങളിൽ കായംകുളത്ത് പോയി അഭ്യസിച്ച സംഗതി മുതലാളി അറിഞ്ഞിരുന്നില്ല. ഈ സംഗതികളെല്ലാം മനസ്സിലാക്കിയതിൻ്റെ ശേഷം മുതലാളി കൊച്ചുണ്ണിയെ അടുക്കൽ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ വീട്ടിൽ പോയി ശർക്കര എടുത്തു കൊണ്ടുവന്നത് എപ്രകാരമായിരുന്നു എന്നും തങ്ങളുടെ അടുക്കൽ പോയി അഭ്യാസങ്ങൾ പഠിക്കുകയുണ്ടായോ എന്നും മറ്റും ചോദിച്ചപ്പോൾ കൊച്ചുണ്ണി ഒന്നും മറയ്ക്കാതെ എല്ലാം സത്യമായി ഉണ്ടായതുപോലെ സമ്മതിച്ചു. ഉടനെ മുതലാളി പറഞ്ഞു, നീ എനിക്ക് വളരെ സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഒരു കാലത്തും മറക്കുകയില്ല. നിന്റെ പേരിൽ എനിക്ക് വളരെ സന്തോഷവും വിശ്വാസവുമുണ്ട്. എങ്കിലും നീ ഇവിടെ താമസിക്കണമെന്ന് തോന്നുന്നില്ല. ഞാൻ ഇങ്ങനെ പറയുന്നത് കൊണ്ട് നിനക്ക് മനസ്താപവും എൻ്റെ പേരിൽ വിരോധവും ഉണ്ടാകരുത്. എന്നും നീ എൻ്റെ ബന്ധുവായി തന്നെ ഇരിക്കണം. ഞാൻ ആവശ്യപ്പെടുന്ന സഹായങ്ങൾ എന്നും എനിക്കു നീ ചെയ്തു തരികയും വേണം. എന്നാൽ കഴിയുന്ന സഹായങ്ങൾ ഞാൻ നിനക്കും ചെയ്തു തരികയും വേണം. അതും ചെയ്യും. എന്നാൽ ഇങ്ങനെ പറഞ്ഞ് ആ കടമുതലാളി അവന് കൊടുക്കാനുള്ള കണക്കുകളൊക്കെ നോക്കി ശമ്പളവും കണക്ക് കൂട്ടി കൊടുത്തിട്ട് അധികമായി 1000 രൂപയും കൂടി കൊടുത്തിട്ട് നീ വീട്ടിലേക്ക് പോയിക്കോ, ഇനി ഇവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ കൊച്ചുണ്ണി വലിയ വീട്ടിൽ പീടികയിൽ നിന്നും പിരിഞ്ഞു പോവുകയും അന്ന് കൊച്ചുണ്ണിക്ക് 20 വയസ്സ് മാത്രം പ്രായമായിരുന്നു. അതിനാൽ അവൻ പീടികയിൽ ജോലി തുടങ്ങിയിട്ട് 10 വർഷമായെന്ന് തന്നെ അനുമാനിക്കാം. അതിനുശേഷം അവൻ ആ പണവും കൊണ്ട് സ്വന്തം വീട്ടിൽ ചെന്ന് താമസമാക്കി. അധികം താമസിയാതെ ഒരു കല്യാണം കഴിച്ച് വീട്ടിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. ആ ഇടയ്ക്ക് തന്നെ അവൻ്റെ മാതാപിതാക്കൾ മരിച്ചു പോയിരുന്നു. ഭാര്യയ്ക്ക് വളരെ ചെറുപ്പമായതുകൊണ്ട് കൊച്ചുണ്ണി തൻ്റെ ഭാര്യയുടെ മാതാവിനെ കൂടി സ്വഗൃഹത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. കൊച്ചുണ്ണിക്ക് അച്ഛൻ്റെ വക സമ്പാദ്യമായിട്ടോ സ്വന്തമായിട്ടോ യാതൊരു മുതലും ഇല്ലാത്തതിനാൽ പിന്നെയും ദിവസമുള്ള കാര്യങ്ങൾ കഴിക്കുന്നതിന് വളരെ ഞെരുക്കം തന്നെയായിരുന്നു. അതിനാൽ അവൻ തൻ്റെ കൂട്ടുകാരായ ചില മുസ്ലിങ്ങളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ചില അക്രമ പ്രവൃത്തികൾ തുടങ്ങി. അന്യരാജ്യങ്ങളിൽ ചെന്ന് സഹായ വിലയ്ക്ക് വ്യാജ ചരക്കുകൾ വാങ്ങി
കായംകുളത്ത് കൊണ്ടുവന്ന് വിറ്റ് ലാഭമെടുക്കുകയാണ് കൊച്ചുണ്ണിയുടെ പ്രവൃത്തികളിൽ ആദ്യമായിട്ട് നടന്നത്. പിന്നീട് ചിലരുടെ ഭവനങ്ങൾ ഭേദിച്ച് അകത്ത് കിടന്ന് സർവ്വതും കൊള്ളയടിക്കുക ശീലമായി. വഴിപോക്കരുടെ കൈവശമുള്ളതെല്ലാം പിടിച്ചു പറിക്കുകയും മാത്രമല്ല, എന്നാൽ അവൻ പാവപ്പെട്ടവരുടെയോ മര്യാദക്കാരുടെയോ ധർമ്മിഷ്ഠന്മാരുടെയോ മറ്റും ഒരു സാധനങ്ങളും അയാൾ പിടിച്ചു പറിച്ചിരുന്നില്ല, അവരെ ഉപദ്രവിച്ചിരുന്നതുമില്ല. വലിയ ധനവാന്മാരും പച്ചവെള്ളം പോലും ആർക്കും കൊടുക്കാത്തവരുമായ ദുഷ്ടന്മാരുടെ ഭവനങ്ങളിൽ മാത്രമേ അവൻ കയറി കൊള്ളയടിക്കാറുള്ളൂ. കൊച്ചുണ്ണിക്ക് ഒരിക്കൽ എന്തെങ്കിലും കൊടുത്താൽ പിന്നെ അവരെ അവൻ ഒരിക്കലും ഉപദ്രവിക്കാറില്ല. അവന് ഉപജീവനത്തിലുള്ള നിത്യവൃത്തി ഇല്ലാതാകുമ്പോൾ വലിയ ധനവാന്മാരായിട്ടുള്ളവരെ അടുക്കൽ ചെന്ന് തനിക്ക് ഇത്ര രൂപ വേണം, അല്ലെങ്കിൽ ഇത്ര പറ നെല്ല് വേണം എന്ന് പറയും. ഉടനെ കൊടുത്താൽ പിന്നെ യാതൊരു ഉപദ്രവവുമില്ല. ഒരു സമയം മടക്കി കൊടുക്കുന്നതിനും അവന് വിരോധമില്ല. വാങ്ങിയ സംഖ്യയും പലിശയും കുറച്ചുകൂടെ വേണമെങ്കിൽ അതും അവൻ കൊടുത്തേക്കും. ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ ആ കൊടുക്കാത്തവരുടെ സർവ്വവും 4 ദിവസത്തിനകം കൊച്ചുണ്ണി കൊള്ളയടിച്ച് കൊണ്ടുപോകുമെന്നുള്ളത് തീർച്ചയുള്ള കാര്യമായിരുന്നു. കൊച്ചുണ്ണി ഇങ്ങനെ കൊള്ള ചെയ്തെടുക്കുന്ന മുതലുകളെല്ലാം അവനും കൂട്ടുകാരും അനുഭവിക്കുക മാത്രമല്ല ചെയ്തിരുന്നത്. അവൻ്റെ വീതത്തിൽ നിന്ന് കിട്ടുന്ന, അതായത് കൊച്ചുണ്ണിയുടെ വീതത്തിൽ നിന്ന് കിട്ടുന്ന തുക അവൻ ധാരാളമായി ധർമ്മവും ചെയ്തിരുന്നു. കൊച്ചുണ്ണി ഈ വക മുതലുകൾ സമ്പാദിക്കാറില്ല. അന്നത്തേടം സുഖമായി കഴിഞ്ഞുകൂടണമെന്ന് മാത്രമേ അവന് വിചാരമുള്ളൂ. സ്വദേശികളായ പാവപ്പെട്ടവരെ അവൻ ധാരാളമായി സഹായിച്ചു കൊണ്ടിരുന്നു. കൊച്ചുണ്ണിയുടെ കൂട്ടുകാരെല്ലാം ആദ്യം കേവലം നിർധനന്മാരായിരുന്നു. അവൻ്റെ സഹകരണ നിമിത്തം അവരെല്ലാം ക്രമേണ വലിയ ധനികന്മാരായി തീർന്നു. കൊച്ചുണ്ണിക്ക് മാത്രം അധികം സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ആശ്രിതന്മാരും സ്വദേശികളുമായിരുന്ന അനേകം പാവപ്പെട്ടവരും കൊച്ചുണ്ണിയുടെ സഹായ നിമിത്തം സമ്പന്നരായി തീർന്നിട്ടുണ്ട്. ഇന്ന ജാതിക്കാരെ അല്ലെങ്കിൽ ഇന്ന മതക്കാരെ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നുള്ള നിർബന്ധം കൊച്ചുണ്ണിക്കുണ്ടായിരുന്നില്ല. ബ്രാഹ്മണനായാലും ശൂദ്രനായാലും സ്വജാതിയിലായാലും ക്രിസ്ത്യാനിയായാലും അവനെ ആശ്രയിച്ചാൽ തന്നാൽ കഴിയുന്ന സഹായം അവൻ ചെയ്തു കൊടുത്തിരുന്നു. ആകപ്പാടെ നോക്കിയാൽ കൊച്ചുണ്ണി മൂലം അക്കാലത്ത് സമ്പന്നരായി തീർന്നിട്ടുള്ള ദരിദ്രരും അതുപോലെ നിർധനന്മാരായി തീർന്നിട്ടുള്ള ധനികരും ഒട്ടും കുറവല്ല. എന്നാൽ സ്ത്രീ വിഷയവുമായിട്ടുള്ള ദുർനടപ്പും കൊച്ചുണ്ണിക്ക് സാമാന്യം ഉണ്ടായിരുന്നു. കൊച്ചുണ്ണി പല ജാതിയിലുള്ള സ്ത്രീകളുമായി വളരെ അടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള സ്ത്രീകളും കൊച്ചുണ്ണി മുഖേന ധാരാളം സമ്പാദ്യം നേടിയിട്ടുണ്ടായിരുന്നു. ഒരു ശൂദ്ര സ്ത്രീയെ അവൻ ഏകദേശം ഭാര്യയായി തന്നെ വെച്ചിരുന്നു. അത് എങ്ങനെയോ അവൻ്റെ ഭാര്യയുടെ തള്ള വിവരമറിഞ്ഞു. അവർ ഭാര്യയോടത് പറയുകയും വീട്ടിൽ വളരെ ശണ്ടകളും വഴക്കുകളുമൊക്കെ ഉണ്ടായിത്തീരുകയും ചെയ്തു. എങ്കിലും കൊച്ചുണ്ണിക്ക് ആ ശൂദ്ര സ്ത്രീയെ ഉപേക്ഷിക്കണമെന്ന് മനസ്സ് വന്നില്ല. ഒരു ദിവസം ആ വൃദ്ധ കൊച്ചുണ്ണിയോട് നേരിട്ട് തന്നെ ആ ശൂദ്ര സ്ത്രീയുമായുള്ള സംസർഗം മതിയാക്കണമെന്ന് പറഞ്ഞു. അത് കൊച്ചുണ്ണിക്ക് ഒട്ടും രസമായില്ല. അതിനെക്കുറിച്ച് അവർ തമ്മിൽ വളരെ വാദപ്രതിവാദങ്ങളും വഴക്കുമൊക്കെ വന്നപ്പോൾ കൊച്ചുണ്ണിക്ക് ദേഷ്യം വരികയും അവൻ ഒരു കുറുവടി കൊണ്ട് ആ വൃദ്ധയുടെ തലയ്ക്ക് ഒരടി കൊടുക്കുകയും ചെയ്തു. വൃദ്ധ പെട്ടെന്ന് മറിഞ്ഞു വീണ് മരിച്ചു. ഈ കഥ ആരും അറിയാതെ കൊച്ചുണ്ണി അന്ന് രാത്രി തന്നെ ആ വൃദ്ധയുടെ മൃതശരീരം ഒരു പായിൽ പൊതിഞ്ഞു കെട്ടി വലിയ കല്ല് വെച്ച് കായംകുളം കായലിൽ താഴ്ത്തിക്കളഞ്ഞു. എങ്കിലും 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എങ്ങനെയോ സംഗതി പുറത്തൊക്കെ കുറേശ്ശെ സംസാരമായി. അങ്ങനെ അങ്ങ് പറഞ്ഞ് വർത്തമാനം കാർത്തികപ്പള്ളി തഹസിൽദാരുടെ ചെവിയിലുമെത്തി. ഉടനെ തഹസിൽദാർ കൊച്ചുണ്ണിയെ പിടിച്ചേൽപ്പിക്കുന്നതിന് പോലീസുകാർക്ക് ഉത്തരവ് കൊടുത്തു. എങ്കിലും അവനെ പിടിക്കുന്നത് അത്ര എളുപ്പത്തിൽ ആർക്കും കഴിഞ്ഞില്ല. കൊച്ചുണ്ണി വലിയ അഭ്യാസിയായിരുന്നതിനാൽ ഒരു 10-12 പേര് വിചാരിച്ചാലും മറ്റും അവനെ പിടിക്കാൻ കഴിയുകയില്ല. സദാ അവൻ്റെ കയ്യിൽ കഠാരിയുടെ ആകൃതിയിൽ ഒരു ആയുധമുണ്ടായിരിക്കും. അവൻ്റെ കൂടെ വലിയ അഭ്യാസികളും അക്രമികളുമായ പല കൂട്ടുകാരും എപ്പോഴും ഉണ്ടായിരിക്കും. അവനെ പിടിക്കാൻ ആർക്കും ധൈര്യമുണ്ടായില്ല. ഈ സംഗതി നടന്നതിന് ശേഷം
പോലീസുകാരുടെ അന്വേഷണം തുടങ്ങിയപ്പോൾ മുതൽ കൊച്ചുണ്ണി ഒളിച്ചും വളരെ കരുതലോടും കൂടിയാണ് നടന്നിരുന്നത്. അതിനാൽ അവനെ നേരെ കാണുന്നതിന് തന്നെ അത്ര എളുപ്പമായിരുന്നില്ല. ഒരു സമയം കണ്ടാൽ തന്നെയും പ്രാണഭയം നിമിത്തം അവനെ ആരും പിടിക്കയില്ലല്ലോ. കൊച്ചുകണ്ണി ഒളിച്ചു നടക്കുകയായിരുന്നു എങ്കിലും സ്വദേശം വിട്ട് എങ്ങും പോയില്ല. കാർത്തികപ്പള്ളി, കരുനാഗപ്പള്ളി, മാവേലിക്കര ഈ 3 താലൂക്കുകളിലായിട്ട് അവൻ കഴിച്ചുകൂട്ടി. പിടിച്ചുപറി, മോഷണം മുതലായവ അക്കാലത്ത് അവൻ യഥാപൂർവം നടത്തിക്കൊണ്ടേയിരുന്നു. കൊച്ചുണ്ണിയുടെ അക്രമങ്ങൾ ദിവസം പ്രതി വർദ്ധിക്കുകയും കായംകുളം കൊച്ചുണ്ണി എന്നുള്ള പ്രസിദ്ധി രാജ്യമൊട്ട് പരക്കുകയും എപ്പോഴും അവനെ ഏത് വിധവും പിടിക്കണമെന്നുള്ള ഓർഡർ ഗവൺമെൻറ്റിൽ നിന്ന് കൂടി വരികയും ചെയ്തു. ഒടുക്കം ദിവാൻജി കാർത്തികപ്പള്ളി തഹസീൽദാരുടെ പേർക്ക് നേരിട്ട് ഒരു കത്തയച്ചു. അതിൽ ഒരു ആഴ്ചയ്ക്കകം കൊച്ചുണ്ണിയെ പിടിച്ച് ജയിലിൽ അടയ്ക്കാത്ത പക്ഷം തഹസിൽദാരെ ഉദ്യോഗത്തിൽ നിന്ന് സ്ഥിരമായി മാറ്റുമെന്നും ഒരു ഉത്തരവുണ്ടായി. ഈ ഉത്തരവ് കണ്ടപ്പോൾ തഹസിൽദാർക്ക് വളരെ വിഷമം ഉണ്ടായി. ബുദ്ധിമാനായ തഹസീൽദാർ കൊച്ചുണ്ണിയുടെ ഗൂഢസഞ്ചാരം ഏതെല്ലാം ദിക്കുകളിലാണെന്നും മറ്റും രഹസ്യമായി നടത്തിയ അന്വേഷണത്തിൽ അവന് മേൽപ്പറഞ്ഞ ശൂദ്ര സ്ത്രീയുമായി അടുപ്പമുണ്ടെന്നും മിക്ക ദിവസവും രാത്രികാലങ്ങളിൽ അവൻ അവളുടെ വീട്ടിൽ വരുമെന്നും വേറെ ഒരു യുവാവുമായി അവൾക്ക് സംസർഗമുണ്ടെന്നും അയാൾക്ക് കൊച്ചുണ്ണിയോട് അത്ര രസമല്ലെന്നും മനസ്സിലായി. തഹസിൽദാർ ആ യുവാവിൻ മുഖാന്തരം ആരും അറിയാതെ ആ സ്ത്രീയെ വരുത്തി. അവളോട് പറഞ്ഞു, നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. നീ അത് സമ്മതിക്കുന്ന പക്ഷം അധികം താമസിയാതെ സംബന്ധം നടത്താമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയായാൽ കൊച്ചുണ്ണിയുമായുള്ള അടുപ്പം വേണ്ടെന്ന് വെക്കേണ്ടതായി വരും. അതും മുൻകൂട്ടി പറഞ്ഞേക്കാം ഇത് പറഞ്ഞപ്പോൾ ആ ശൂദ്രസ്ത്രീക്ക് ഒരു മുസ്ലിമുമായുള്ള അടുപ്പത്തേക്കാൾ നല്ലത് ഒരു തഹസിൽദാരുടെ ഭാര്യയായിരിക്കുന്നതാണല്ലോ എന്ന് ചിന്ത വന്നു. അവിടുത്തെ ഇഷ്ടം പോലെയൊക്കെ ചെയ്യുന്നത് എനിക്ക് സമ്മതമാണ്. അതിനുവേണ്ടി ഞാൻ എന്തെല്ലാം വേണമെങ്കിലും ചെയ്യാമെന്നും അവൾ പറഞ്ഞു. അപ്പോൾ തഹസിൽദാർ പറഞ്ഞു, എന്നാൽ ഇന്ന് രാത്രിയിൽ അവൻ വരുമ്പോൾ നീ ഈ മരുന്നിട്ട് കുറേ പാൽ കാച്ചി അവന് കൊടുക്കണം. തഹസിൽദാർ ഒരു മരുന്ന് അവളുടെ കയ്യിൽ കൊടുത്തു. അടുത്ത ദിവസം തന്നെ സംബന്ധം നടത്തിക്കളയാമെന്നും അതിലേക്ക് വേണ്ടുന്നതൊക്കെ വട്ടം കൂട്ടുന്നതിന് തൽക്കാലം ഇതിരിക്കട്ടെ എന്നു പറഞ്ഞ് തഹസിൽദാർ 50 രൂപയും അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ അതെല്ലാം സന്തോഷത്തോടു കൂടി വാങ്ങി ഒന്നും അറിയാത്ത മട്ടിൽ വഴിയിലിറങ്ങി വീട്ടിലേക്ക് നടന്നു. ഏകദേശം പാതിരാത്രി ആയപ്പോൾ കൊച്ചുണ്ണി ഏകാഗിയായി ആ ശൂദ്രസ്ത്രീയുടെ വീട്ടിലെത്തി. അവൻ കയ്യും തേച്ച് കഴുകി ശയനഗൃഹത്തിൽ പ്രവേശിച്ച ഉടനെ അവൾ തഹസീൽദാർ പറഞ്ഞതുപോലെ മരുന്നിട്ട് കാച്ചിയ പാൽ കൊണ്ടുവന്ന് കൊച്ചുണ്ണിക്ക് കൊടുത്തു. കൊച്ചുണ്ണി ആ പാൽ വാങ്ങി കുടിച്ചു. കാരണം പതിവായി ഇവൾ പാല് കാച്ചി കൊച്ചുണ്ണിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യാതൊരു ശങ്കയും കൂടാതെ കൊച്ചുണ്ണി അത് കുടിച്ചത്. മാത്ര നേരം കഴിഞ്ഞപ്പോൾ കൊച്ചുണ്ണി ബോധരഹിതനായി വീഴുകയും ചെയ്തു. അപ്പോഴേക്കും തഹസിൽദാർ മുൻകൂട്ടി ചട്ടം കെട്ടിയിരുന്നതുപോലെ ചില സഹായികളോടുകൂടി പോലീസുകാർ അവിടെ എത്തുകയും കൊച്ചുണ്ണിയെ ബന്ധിച്ച് കാർത്തികപ്പള്ളി ജയിലിൽ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. ആ സമയം കൊച്ചുണ്ണിക്ക് തീരെ ബോധമില്ലായിരുന്നു. അവൻ ശവം പോലെ കിടക്കുകയായിരുന്നു. പോലീസുകാർ കൊച്ചുണ്ണിയെ ഠാണാവിലാക്കി കൈക്കും കാലിനും വിലങ്ങ് വയ്ക്കുകയും അപ്പോൾ ആ വിവരം തഹസീൽദാരുടെ അടുക്കൽ അറിയിക്കുകയും ചെയ്തു. കൊച്ചുണ്ണിയുടെ ഭാര്യയുടെ തള്ളയെ അപായപ്പെടുത്തിയതിനും നാട്ടിൽ അക്രമങ്ങൾ അഴിച്ചുവിടുകയും അതേപോലെ തന്നെ കൊലയും ഒക്കെ നടത്തുന്നു എന്നുള്ള ആരോപണവും ഒക്കെ കൊച്ചുണ്ണിയുടെ മേൽ അടിച്ചു ഏൽപ്പിച്ചതുകൊണ്ടാണ് തഹസീൽദാർക്ക് കൊച്ചുണ്ണിയെ ഇങ്ങനെ പിടിക്കേണ്ടി വന്നത്. അതും കൊച്ചുണ്ണിയെ പിടിച്ചത് ചതിച്ചാണ്. കൊച്ചുണ്ണി സ്വബോധത്തോട് കൂടിയിരിക്കുകയാണെങ്കിൽ അവനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ലായിരുന്നു. എന്നാൽ കൊച്ചുണ്ണി ആ ശൂദ്ര സ്ത്രീയെ വിശ്വസിച്ചതിൻ്റെ ഫലമാണ് ഇങ്ങനെ പിടിയിൽ അകപ്പെട്ടു പോയത്. തഹസിൽദാർ
ആ രാത്രിയിൽ തന്നെ കൊച്ചുണ്ണിയെ പിടിച്ച് കാർത്തികപ്പിള്ളയെ ഠാണാവിലാക്കിയിരുന്നു എന്നുള്ള വിവരത്തിന് ഹജൂർക്ക് എഴുതി അയച്ചു. അവനെ ഉടനെ പാറാവ് വഴി വേണ്ടുന്ന കരുതലോടും ബന്ധവസോടും കൂടി തിരുവനന്തപുരത്തേക്ക് അയക്കാൻ അടിയന്തരത്തിൽ തന്നെ ഉത്തരവ് വരികയും ചെയ്തു. കൊച്ചുണ്ണിക്ക് അവനെ പിടിച്ച് ഠാണാവിലാക്കിയതിൻ്റെ പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേക്കും ബോധം വന്നു. അപ്പോഴാണ് താൻ ബന്ധനത്തിലകപ്പെട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞത്. ഇത് ആ സ്ത്രീയുടെ വഞ്ചനയാൽ പറ്റിയതാണെന്ന് അവൻ അപ്പോൾ തന്നെ മനസ്സുകൊണ്ട് ആലോചിച്ചു. അന്നു രാത്രിയാകുന്നവരെ അവൻ ആ ജയിലിൽ തന്നെ കിടന്നു. ഏകദേശം 10 നാഴിക രാത്രിയായപ്പോൾ വിലങ്ങുകൾ പൊട്ടിച്ച് കൊച്ചുണ്ണി ഠാണാവിൽ നിന്നും വെളിയിൽ ചാടി ഓടിക്കളഞ്ഞു. അവൻ്റെ കയ്യിൽ സദാ ഉണ്ടാകാറുള്ള ആ ആയുധം ആ ശൂദ്ര സ്ത്രീയുടെ വീട്ടിലുണ്ടെങ്കിൽ എടുക്കാമെന്ന് വിചാരിച്ച് അവൻ നേരെ അങ്ങോട്ട് തന്നെ നടന്നു. അവിടെ ചെന്നപ്പോൾ അവളും അവളുടെ ഇഷ്ടക്കാരനായ ആ യുവാവും കൂടി അത്താഴം കഴിഞ്ഞ് സ്വൈര്യസല്ലാപം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പുരയുടെ വാതിൽ ചാരിയിരുന്നെങ്കിലും സാക്ഷയിട്ടിരുന്നില്ല. അകത്ത് വിളക്കുമുണ്ടായിരുന്നു. കൊച്ചുണ്ണി ഒട്ടും സംശയിക്കാതെ വാതിൽ തുറന്ന് അകത്ത് കയറി. ആ സമയം കൊച്ചുണ്ണി അവിടെ ചെല്ലുമെന്ന് അവൾ അല്പം പോലും വിചാരിച്ചിരുന്നില്ല. ഒരിക്കലും തിരിച്ചു വരാനിടയാകാതെ അവനെ തൂക്കിക്കൊല്ലുകയോ നാടുകടത്തുകയോ ചെയ്യുമെന്നായിരുന്നു അവളുടെ വിശ്വാസം. അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് കൊച്ചുണ്ണിയെ കണ്ടപ്പോൾ അവരുടെ മനസ്സിലുണ്ടായ വികാരം വല്ലാത്ത തരത്തിലായിരുന്നു. കൊച്ചുണ്ണിയെ കണ്ട മാത്രയിൽ രണ്ടുപേരും പെട്ടെന്ന് എഴുന്നേറ്റ് ഒരു സംഭ്രമത്തോടും വിറയലോടും കൂടി ഒരു മറയുടെ അരികിലേക്ക് മാറി നിന്നു. കൊച്ചുണ്ണി മുറിക്കകത്ത് കിടന്നിട്ട് ആദ്യം കണ്ടത് കട്ടിലിന് താഴെ കിടന്നിരുന്ന സ്വന്തം ആയുധത്തെയാണ്. അത് പെട്ടെന്നെടുത്ത് ഒരു പകയോടോട് കൊച്ചുണ്ണി ആ ആയുധമെടുത്ത് ഒരു വീശി. ക്ഷണനേരം കൊണ്ട് ആ ശൂദ്ര സ്ത്രീയുടെയും അവളുടെ കാമുകൻ്റെയും തലയറുത്ത് താഴെ വീണു. കൊച്ചുണ്ണി അപ്പോൾ പുറത്തിറങ്ങി പോവുകയും ചെയ്തു. അവൻ പോയ വഴിക്ക് തന്നെ ഒരു കുളത്തിൽ ഇറങ്ങി കുളിച്ചും അതിനുശേഷം തൻ്റെ വീട്ടിൽ എത്തി. അപ്പോൾ അവൻ്റെ ഭാര്യ ഭർത്താവിനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയി ഠാണാവിലാക്കിയെന്ന് കേട്ട് വിഷമിച്ച് ജലപാനം പോലും കഴിക്കാതെ കിടക്കുകയായിരുന്നു. കൊച്ചുണ്ണി പുറത്തു ചെന്ന് വിളിച്ചു വാതിൽ മുട്ടി. എന്നാൽ അവൾ പേടിച്ച് വാതിൽ തുറന്നില്ല. എന്നാൽ കൊച്ചുണ്ണി കുറച്ചുകൂടി ശബ്ദം കൂട്ടി വിളിച്ചപ്പോൾ ഇത് തൻ്റെ ഭർത്താവാണെന്ന് മനസ്സിലായതുകൊണ്ട് അവൾ വാതിൽ തുറന്ന് കൊച്ചുണ്ണിയെ അകത്ത് കയറ്റി. അതിനുശേഷം അവൾ കൊച്ചുണ്ണിക്ക് കലശലായ വിശപ്പുണ്ടെന്ന് പറഞ്ഞതിൻ്റെ ഫലമായിട്ട് അരി അടപ്പത്തിട്ട് വേവിച്ച് രണ്ടുപേരും അത്താഴമുണ്ടു. കൊച്ചുണ്ണിക്ക് പറ്റിയ അബദ്ധവും അവനും അവൻ്റെ ഭാര്യയ്ക്കുണ്ടായി വിഷാദവും മറ്റും അവളും പരസ്പരം പറഞ്ഞു. ആ ശൂദ്ര സ്ത്രീയുടെ ദുഷ്ടതയെക്കുറിച്ചും തൻ്റെ ഭാര്യയുടെ മനോഗുണത്തെയും സ്നേഹത്തെയും കുറിച്ച് കൊച്ചുണ്ണിക്ക് അന്നും കണ്ടും കേട്ടും അനുഭവിച്ചതും നല്ലതുപോലെ അറിയാനിടയായി. അന്ന് മുതൽ അവൻ അന്യ സ്ത്രീ സംസർഗമെന്നുള്ള ദുഷ്ടപ്രവൃത്തി വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്തു. പിന്നെ എന്നും കൊച്ചുണ്ണി ഏകപത്നി വ്രതനായി തന്നെയാണ് കഴിഞ്ഞുകൂടിയിരുന്നത്. കൊച്ചുണ്ണി തടവ് ചാടിപ്പോയതിൻ്റെ പിറ്റേ ദിവസം കാർത്തികപ്പള്ളി താലൂക്കിൽ മുഴുവനും അടുത്ത പ്രദേശങ്ങളിലും ഒരു വലിയ ഭൂകമ്പം തന്നെയായിരുന്നു. നേരം വെളുത്തപ്പോൾ കൊച്ചുണ്ണിയെ കാണായികയാൽ ജയിലിലുള്ളവരും ശിപായിമാരുമെല്ലാം അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ വിഷണ്ണരായി തീർന്നു. ഉടനെ വിവരം തഹസിൽദാരെ അറിയിച്ചു. തഹസിൽദാർ കോപം കൊണ്ടും വ്യസനം കൊണ്ടും പരവശനായി തീർന്നു. അപ്പോഴേക്കും കീരിക്കാട്ട് ഒരു സ്ത്രീയും ഒരു പുരുഷനെയും വെട്ടിക്കൊന്നിരിക്കുന്നു എന്നുള്ള വർത്തമാനവും തഹസിൽദാർ കേട്ടു. അദ്ദേഹം ആകപ്പാടെ പരിഭ്രമിച്ചുപോയി. എന്താണ് വേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നിങ്ങനെയുള്ള വിചാരം കൊണ്ട് സംഭ്രമചിത്തനായ തഹസിൽദാർ കൊച്ചുണ്ണിയെ അന്വേഷിച്ച് പിടിക്കുന്നതിനായി പോലീസുകാരെ വീണ്ടും നിയോഗിച്ചു. പോലീസുകാർ വളരെ ആളുകളുടെ സഹായത്തിന് കൂട്ടിക്കൊണ്ട് 4 വഴിക്കും ഓട്ടവും അന്വേഷണവും തുടങ്ങി. തഹസിൽദാരും ഗുമസ്തനും ചില ശിങ്കിടികളും ശിപായികളും വളരെ ആൾക്കാരുമായിട്ട് കീരിക്കാട്ട് പോയി ആ സ്ഥലത്ത് ചെന്നു. ശവങ്ങൾ കണ്ടു. മഹസർ എഴുതുകയും അവ മറവ് ചെയ്യുന്നതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. മരിച്ചത് കൊച്ചുണ്ണിയെ പിടിക്കാൻ സഹായിച്ചവരാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരെ കൊന്നത്
കൊച്ചുണ്ണി തന്നെയാണെന്നും തഹസിൽദാർ തീർച്ചപ്പെടുത്തി. ചിലരുടെ അഭിപ്രായം കൊച്ചുണ്ണിയല്ല ഈ കൃത്യം നടത്തിയതെന്നും അവൻ്റെ കൂട്ടുകാരായിരിക്കുമെന്നും ആണ്. അപ്രകാരം കൊച്ചുണ്ണി തടവ് ചാടിയത് അവൻ്റെ സാമർഥ്യം കൊണ്ട് മാത്രമായിരിക്കില്ലെന്നും അവൻ ജയിലിലുള്ളവരെ സ്വാധീനപ്പെടുത്തി അവരുടെ അറിവോടുകൂടി ആയിരിക്കണമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു. ഇങ്ങനെ ഓരോരുത്തർ ഓരോന്ന് പറഞ്ഞു തുടങ്ങി. എന്നല്ലാതെ ഒന്നിനും മതിയായ ഒരു തെളിവില്ലായിരുന്നു. സകല ദിക്കിലും ജനങ്ങളുടെ ഇടയിലും കൊച്ചുണ്ണി എന്നും തടവ് ചാടിയെന്നും ഇരട്ട കൊലപാതകമെന്നും മറ്റുമുള്ള സംസാരമല്ലാതെ മറ്റൊന്നും കേൾക്കാനില്ലായിരുന്നു. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാം ഒട്ടൊന്ന് ശമിച്ചു തുടങ്ങി. പോലീസുകാരും മറ്റും കഴിയുന്ന അന്വേഷണമെല്ലാം നടത്തിയിട്ടും കൊച്ചുണ്ണിയുടെ പൊടി പോലും കാണാൻ കഴിഞ്ഞില്ല. ഇതിനിടയ്ക്ക് അവൻ നാട് വിട്ടു പോയിക്കളഞ്ഞുവെന്നും ഒരു സംസാരം ചിലർ പറഞ്ഞു തുടങ്ങി. പക്ഷേ കൊച്ചുണ്ണിയും കൂട്ടുകാരും കൂടി ദിവസവും ഓരോ അക്രമങ്ങളും കൊള്ളയും നടത്തിക്കൊണ്ടിരുന്നു. അതിനാൽ അവൻ എങ്ങും പോയിട്ടില്ലെന്ന് തന്നെ ആയിരുന്നു മിക്കവരുടെയും വിശ്വാസം. വാസ്തവവും അങ്ങനെ തന്നെയായിരുന്നു. കൊച്ചുണ്ണിയുടെ അക്രമങ്ങളും കൊള്ളകളും വീണ്ടും നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാൽ അവനെ പിടിച്ചേൽപ്പിക്കുന്നതിന് മേലാവിൽ നിന്ന് വീണ്ടും ഉത്തരവുകൾ ദിനംപ്രതി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. പോലീസുകാർ അന്വേഷണവും മുറയ്ക്ക് നടന്നുകൊണ്ടിരുന്നു. എന്നാലും എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടും അവനെ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ അറിയില്ലായിരുന്നു. കൊച്ചുണ്ണിക്ക് കൂട്ടുകാർ പലരുമുണ്ടായിരുന്നു. എന്നാൽ അവരിൽ പ്രധാനന്മാർ കോപ്പാറപ്പറമ്പിൽ മമ്മദ്, കടുവാച്ചേരി വാവ, കോട്ടപ്പുറത്ത് ബാപ്പു കുഞ്ഞ്, പാക്കോലത്ത് നൂറമ്മദ്, വലിയകുളങ്ങര കുഞ്ഞുമരയ്ക്കാർ, ഭാര്യ വീട് വടക്കേത്തു കൊച്ചുപിള്ള എന്നിവരായിരുന്നു ഇവരെല്ലാം. ഇവരെല്ലാവരും വലിയ അഭ്യാസികളും അക്രമികളും ശക്തന്മാരുമായിരുന്നു. എന്നാൽ കോപ്പാറപ്പറമ്പിൽ മമ്മദ് സാധുക്കളെയും ഉപദ്രവിക്കുന്നവനും എന്തും ചെയ്യാൻ മടിയില്ലാത്തവനും ആയിരുന്നു. കൊച്ചുണ്ണിക്ക് ഇത് വലിയ വിരോധമായിരുന്നു. അതിനാൽ ഒരിക്കൽ മമ്മദിനെ അവർ ഉപേക്ഷിച്ചു. കൊച്ചുണ്ണി പല ദിവസങ്ങളിലും സ്വഗൃഹത്തിൽ പോകാറുണ്ടെന്ന് മുമ്പേ പറഞ്ഞുവല്ലോ. അതിനാൽ ആ ഒളിച്ചുകളി നടന്ന കാലത്തിനിടയ്ക്ക് 3 പുത്രന്മാരും 1 പുത്രിയും കൊച്ചുണ്ണിക്ക് ജനിച്ചു. ഇങ്ങനെ കൊച്ചുണ്ണി ആകെ 18 വർഷം പിടികിട്ടാ പുള്ളിയായും അക്രമ പ്രവർത്തനങ്ങൾ നടത്തി ഉപജീവനം നടത്തിയും ഇങ്ങനെ കഴിഞ്ഞുകൂടിയിരുന്നു. എന്നാൽ 1033-ാം ആണ്ട് മകരമാസത്തിൽ സർ ടി മാധവരായവർകൾ തിരുവിതാംകൂർ ദിവാനായി നിയമിക്കപ്പെട്ടു. അതോടുകൂടി കൊച്ചുണ്ണിക്ക് ഗ്രഹപ്പിഴയും ആരംഭിച്ചു. മാധവരായർ ദിവാൻജി ആയതിൻ്റെ ശേഷം രാജ്യക്ഷേമത്തിനായി അനേകം പരിഷ്കാരങ്ങൾ ചെയ്യണമെന്ന് നിശ്ചയിച്ചു. കൂട്ടത്തിൽ പ്രധാനമായി ഒരു കാര്യം കൊച്ചുണ്ണി മുതലായവരുടെ അക്രമവും തന്നിമിത്തം ജനങ്ങൾക്കുള്ള ഉപദ്രവവും നിർത്തണമെന്നുള്ളതായിരുന്നു. ചങ്ങനാശ്ശേരിയിൽ ചേർന്ന വാഴപ്പള്ളിയിൽ പാപ്പാടിയിൽ കുഞ്ഞുപണിക്കർ കാർത്തികപ്പള്ളിയിൽ തഹസീൽദാരായി നിയമിക്കപ്പെടുകയും ആ തഹസീൽദാരുടെ പേർക്ക് ദിവാൻജി കൊച്ചുണ്ണിയെ പിടിക്കുന്നതിന് പ്രത്യേകം ഉത്തരവയച്ച് ചട്ടം കിട്ടുകയും ചെയ്തു. കുഞ്ഞുപണിക്കർ തഹസീൽദാർ നല്ല സമർത്ഥനും ബുദ്ധിമാനും കാര്യശേഷിയുള്ളവനുമായിരുന്നു. എങ്കിലും അദ്ദേഹം പലവിധ ശ്രമങ്ങൾ ചെയ്തിട്ടും കൊച്ചുണ്ണിയെ പിടിക്കാനായില്ല. ഒടുവിൽ അദ്ദേഹം അവൻ്റെ കൂട്ടുകാരിൽ ചിലരെ സ്വാധീനപ്പെടുത്താതെ ഈ കാര്യം സാധിക്കുകയില്ലെന്ന് തീർച്ചപ്പെടുത്തി. പിന്നെ അതിനായി ചില അന്വേഷണങ്ങളും ശ്രമങ്ങളും തുടങ്ങി. ആ അന്വേഷണത്തിൽ കോപ്പാറപ്പറമ്പിൽ മമ്മദ് എന്നവനെ കൊച്ചുണ്ണി ഉപേക്ഷിച്ച് കളഞ്ഞതിനാൽ അവന് കൊച്ചുണ്ണിയോട് നല്ല രസമില്ലാതെ ഇരിക്കുകയാണെന്ന് അറിവ് കിട്ടി. ഉടനെ മമ്മദിന് ഒരാളെ അയച്ച് അവനെ ഉപായത്തിൽ തഹസിൽദാർ തൻ്റെ അടുക്കൽ വരുത്തുകയും അവനെ സമ്മാനാദികൾ കൊണ്ട് സ്വാധീനിക്കുകയും അവൻ മുഖാന്തരം കൊച്ചുണ്ണിയുടെ മറ്റുള്ള കൂട്ടുകാരെ കൂടി വശീകരിക്കുകയും കൊച്ചുണ്ണിയെ അകപ്പെടുത്താനുള്ള കൗശലങ്ങളൊക്കെ അവർ നിശ്ചയിക്കുകയും ചെയ്തു. ഒരു ദിവസം വൈകുന്നേരം കൊച്ചുണ്ണിയുടെ ഇഷ്ട കൂട്ടുകാരനായ പ്രധാനിയായ ഒരാളായ വാര്യത്ത് വടക്കേത്ത് കൊച്ചുപിള്ള എന്നയാൾ അയാളുടെ ഭാര്യാഗൃഹമായ അമ്പിയിൽ വീട്ടിൽ കൊച്ചുണ്ണിയെ വിളിച്ചു കൊണ്ടുപോയി ചില ലഹരിയുള്ള പദാർത്ഥങ്ങളും മറ്റും കൊടുത്ത് അവനെ ബോധരഹിതനാക്കി തീർത്തു. കൊച്ചുണ്ണി തലപൊക്കാൻ പാടില്ലാതെ മയങ്ങി ഒരു കട്ടിൽ കിടപ്പായി. ആ സമയം മമ്മദ്, നൂറമ്മദ്, ബാപ്പുകുഞ്ഞ്, കുഞ്ഞുമരയ്ക്കാർ, വാവ, കൊച്ചുപിള്ള മുതലായവരും
എല്ലാവരും കൂടി വലിയ കയറുകളിട്ട് കൊച്ചുണ്ണിയെ കട്ടിലോട് കൂടി വരിഞ്ഞു കെട്ടി. കെട്ടുമുറുകി തുടങ്ങിയപ്പോൾ കൊച്ചുണ്ണി കണ്ണു തുറന്നു നോക്കുകയും, കൊച്ചുപിള്ളക്കുഞ്ഞെ, നീയാണോ എന്നെ ചതിച്ചത്? അപ്പൻ്റെ മുഖത്ത് ചിരപടിക്കുന്ന മാതിരി നിനക്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. എന്നെ ചതിച്ചവർക്കും എൻ്റെ അനുഭവം വരാത്തതല്ല. എന്തു ചെയ്യാം, എനിക്ക് തല പൊങ്ങുന്നില്ല എന്ന് പറയുകയും ആ കിടപ്പിൽ കിടന്ന് അവൻ്റെ കയ്യിലിരുന്ന കത്താൾ എന്ന ആയുധം കൊണ്ട് ചിലരൊക്കെ വെട്ടുകയും കുത്തുകയും വലിയ മുറിവേൽപ്പിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴേക്കും കൈ പൊക്കാൻ പാടില്ലാത്ത വിധം കെട്ടുമുറുകയും കൊച്ചുപിള്ള മുതൽ കൊച്ചുപിള്ളയും മറ്റുള്ളവരും ചേർന്ന് ആയുധം തട്ടിയെടുത്ത് മാറ്റുകയൊക്കെ ചെയ്തു. പിന്നെ പോലീസുകാരും അവരുടെ കൂടെ ഉണ്ടായിരുന്നവരും മറ്റും കൂടി കൊച്ചുണ്ണിയെ കട്ടിലോടുകൂടി കാർത്തികപ്പള്ളിയിൽ ഠാണാവിൽ കൊണ്ടുപോയാക്കി. പിറ്റേ ദിവസം രാവിലെ തഹസീൽദാർ അദ്ദേഹം ഠാണാവിൽ ചെന്ന് കൊച്ചുണ്ണിക്ക് വിലങ്ങ് വയ്ക്കുകയും അനേകം കുന്തക്കാർ, വാളുരിപ്പിടിച്ച പോലീസുകാർ മുതലായവരായി അനേകം ആൾക്കാരെ കൂടി ഠാണാപ്പടി വഴി കായൽ മാർഗം തിരുവനന്തപുരത്തേക്ക് അയക്കുകയും ചെയ്തു. കൊച്ചുണ്ണിയെ തിരുവനന്തപുരത്ത് കൊണ്ടു ചെന്നതായി അറിഞ്ഞ ഉടനെ ദിവാൻജി അവനെ കച്ചേരി വരുത്തി കാണുകയും പന്തിരു ഠാണാവിലാക്കി പ്രത്യേകം സൂക്ഷിക്കുന്നതിന് ഉത്തരവിടുകയും ചെയ്തു. അവൻ്റെ പേരിലുണ്ടായിരുന്ന കേസുകളെല്ലാം മുറയ്ക്ക് വിസ്തരിച്ച് വിധി കൽപ്പിക്കുന്നതിന് വേണ്ടുന്ന ഏർപ്പാടുകളെല്ലാം ചെയ്തു. കൊച്ചുണ്ണിയെ പിടിച്ച് ബന്ധനസ്ഥലാക്കുന്നതിന് സഹായിക്കുകയും ശ്രമിക്കുകയും ചെയ്തവരിൽ പ്രധാനിയായ കൊച്ചുപിള്ള, കൊച്ചുകുഞ്ഞ്, മമ്മതി എന്നിവരായിരുന്നു നേരത്തെ പറഞ്ഞുവല്ലോ. അവരിൽ കീരിക്കാട്ട് പ്രവൃത്തിയിൽ കണക്കു തകഴിയിൽക്കാരൻ കൊച്ചുപിള്ള കുഞ്ഞിന് കൃഷ്ണപുരം പാർവത്യവും, കൊച്ചുപിള്ളയ്ക്ക് പത്തിയൂർ പാർവത്യവും, മമ്മദിന് ഇടവ മുതൽ പേരു വേലയും തഹസീൽദാർ അദ്ദേഹം ശുപാർശ ചെയ്ത് കൊടുപ്പിച്ചു. എങ്കിലും അവരും കൊച്ചുണ്ണിയുടെ കൂട്ടുകാരും അവനെ ബന്ധിക്കാൻ കൂടിയവരുമായ കടുവാച്ചേരി വാവ, കോട്ടപ്പുറത്ത് ബാപ്പ കുഞ്ഞ്, ചാക്കോലത്ത് നൂറമ്മദ്, വലിയകുളങ്ങര കുഞ്ഞുമരക്കാർ എന്നിവരും താമസിയാതെ ഓരോ കേസുകളിൽ പെട്ടു. 14 വർഷം വീതം കഠിന തടവിന് വിധിക്കപ്പെട്ട് പന്തിരു ഠാണാവിൽ കൊച്ചുണ്ണിയുടെ അടുക്കൽ തന്നെ ചെന്നു ചേർന്നു. അവരെ കണ്ടപ്പോൾ സന്തോഷത്തോടു കൂടി കൊച്ചുണ്ണി, എന്താ കൂട്ടരെ, ഞാൻ പറഞ്ഞതുപോലെ പറ്റി ഇല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർക്കെല്ലാം എത്രമാത്രം പശ്ചാത്താപമുണ്ടായി എന്ന് പറയാൻ പ്രയാസം. കൊച്ചുണ്ണി തൻ്റെ പേരിലുള്ള കേസുകൾ വിസ്തരിച്ച് തീരുന്നതിന് മുമ്പ് ഠാണാവിൽ കിടന്ന് തന്നെ 1859 ഏകദേശം 41 വയസ്സ് പ്രായം മാത്രമുള്ളപ്പോൾ മരണമടഞ്ഞു. അവനാകെ 91 ദിവസം മാത്രമേ തടവിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നല്ലോ. ഈ കൊച്ചുണ്ണിയുടെ ഖബറടക്കം നടന്നത് തിരുവനന്തപുരം പേട്ട ജുമാ മസ്ജിദിലാണെന്ന് പറയപ്പെടുന്നുണ്ട്. എങ്കിലും കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠകളിലൊന്ന് ഒരു മുസ്ലിം മതവിശ്വാസിയായിരുന്ന കൊച്ചുണ്ണിയുടേതാണെന്ന് കേൾക്കുമ്പോൾ അത്ഭുതമല്ലേ തോന്നുന്നത്. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി അടുത്തുള്ള ഇടപ്പാറ മലദേവൻ നട ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളിലൊന്ന് ഈ കായംകുളം കൊച്ചുണ്ണിയുടേത് ആണെന്നാണ് വിശ്വാസം.